മഹാനടൻ, സംവിധായകൻ, പ്രൊഡ്യൂസർ, തിരുവനന്തപുരത്ത് ഒരു സിനിമ സ്റ്റുഡിയോ ഉണ്ടാക്കിയ ആൾ നമ്മുടെ മധു സാർ. 92ാമത്തെ വയസ്സിൻ്റെ നിറവിലും ഇന്നും തിരുവനന്തപുരത്ത് അദ്ദേഹം ജീവിക്കുന്നു. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് സംസാരിച്ചാലോ? മധു സാറ് ഓരോ മലയാളിയുടെയും ഒരു സ്വകാര്യ അഭിമാനവും അഹങ്കാരവുമാണ്. അതെ. കഴിഞ്ഞ 60 വർഷത്തിലധികമുള്ള സിനിമാ ജീവിതം, സുരേഷ് സൂചിപ്പിച്ചതുപോലെ അഭിനയം മാത്രമല്ല, ധാരാളം സിനിമകൾ സംവിധാനം ചെയ്തു, ധാരാളം സിനിമകൾ നിർമ്മിച്ചു. പിന്നെന്തിന്, സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ പോലും തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീ മധു സാർ. ആ സിനിമ എന്ന വ്യവസായത്തിന്, ആ ഒരു ഇൻഡസ്ട്രിക്ക് ഇത്രയധികം സംഭാവനകൾ നൽകിയിട്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന അപൂർവം ചിലർ, അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് മധു സാറിന്റെ ഒരു വ്യക്തിത്വം. കൂടാതെ നമ്മുടെയൊക്കെ ഓർമ്മകളിൽ, നമ്മളൊക്കെ വളരെ കുട്ടികളായിരുന്ന കാലഘട്ടത്തിൽ മുതൽ കണ്ടും കേട്ടും പരിചയപ്പെട്ട ഒരു പേരാണ് മധു എന്നുള്ളത്. 63-ൽ മധു സാറിന്റെ ആദ്യ ചിത്രമായ നിണമടഞ്ഞ കൽപ്പാടുകൾ തൊട്ട് 2022-ൽ അവസാനിച്ച റോസി വരെ നീളുന്ന ഏകദേശം മലയാളത്തിലെ 420-ഓളം ചിത്രങ്ങളിലെ അഭിനയം, കൂടാതെ 10-12 ചിത്രങ്ങളിലധികം സംവിധാനം, പിന്നെ നിരവധി ചിത്രങ്ങൾ, 10-15-ലധികം ചിത്രങ്ങളുടെ നിർമ്മാണം, ഇങ്ങനെ എല്ലാ മേഖലകളിലും വിരാജിച്ച ഒരു അത്ഭുത പ്രതിഭയാണ് ശ്രീ മധു സാർ. നമുക്കൊക്കെ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം, നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്നും അധികം ദൂരമല്ലാതെ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ കണ്ണമ്മൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് സാറ് സസന്തോഷം, പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും സന്തോഷവാനായി ജീവിക്കുന്നു എന്നുള്ളത്, നമ്മുടെ ഇവിടെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ ഏറെ സന്തോഷവും അഭിമാനവും തരുന്ന കാര്യങ്ങളാണ്. ഈ പ്രായത്തിലും ആരെയും സ്വീകരിക്കാനും ആരോടും സംസാരിക്കാനും പഴയ സിനിമാ കാര്യങ്ങളെല്ലാം ഓർത്തോർത്ത് അയവിറക്കി തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമൊക്കെ സാറ് കാണിക്കുന്ന ആ ഒരു ആർജവം പ്രായത്തിൽ കവിഞ്ഞത് തന്നെയാണ്. പലപ്പോഴും പല ഇന്റർവ്യൂ സാറിനെ കാണാറുണ്ട്. അതെ, അതാണ് തീർച്ചയായിട്ടും. അതിനൊക്കെ തന്നെ നല്ല മറുപടി, എല്ലാ ഓർമ്മകളിൽ നിന്ന് ഓർമ്മ വളരെ ഷാർപ്പായ ഓർമ്മയാണ്. എല്ലാ കാര്യങ്ങളും വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും സാറ് വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കാറുണ്ട്. കൂടാതെ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അന്നത്തെ സിനിമയും ഇന്നത്തെ കാലഘട്ടവും തമ്മിലുള്ള ഒരു വ്യത്യാസം, അന്ന് അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ സാറ് വളരെ വിശദമായിട്ട്, കൂടാതെ ഈ ഇന്റർവ്യൂകളിലൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, സാറ് വളരെ പ്രസന്നവതനാണ്. എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖവും ശാന്തമായൊരു പ്രകൃതവും, പിന്നെ കൂടാതെ തമാശ, നല്ല സരസമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഈ പ്രായത്തിലും ചില ചോദ്യങ്ങൾക്കെല്ലാം കുറിക്കുകൊള്ളുന്ന ഉത്തരങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്ത് ചോദ്യകർത്താവിനെ പോലും ചിരിപ്പിക്കുന്ന, പ്രേക്ഷകരെയൊക്കെ തന്നെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയൊരു വ്യക്തിത്വമായിട്ടാണ് സാറ് പറയുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സുരേഷ്, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രകൃതിയിൽ കുറെ അത്ഭുതങ്ങളുണ്ട്. ദിവസവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കുറെ അധികം കാഴ്ചകളുണ്ട്. അതിലൊന്ന് കടലാണ്. കടൽ ഒരു അത്ഭുതമാണ്. അതുപോലെ നീലാകാശം മറ്റൊരു അത്ഭുതമാണ്. പ്രൗഢമായ വനം, നിഗൂഢമായ വനം, കാട് മറ്റൊരു അത്ഭുതമാണ്. ഇതൊക്കെ നമുക്ക് നോക്കി നിന്ന് കഴിഞ്ഞാൽ എത്ര സമയം വേണമെങ്കിലും നമ്മൾ നോക്കി നിൽക്കാൻ കഴിയും. തീർച്ചയായിട്ടും. അല്ലേ? അതുപോലെ തന്നെയാണ് ഈ മധുസാറിന്റെ വ്യക്തിത്വവും, അല്ലെങ്കിൽ മധുസാറിന്റെ സാമീപ്യവും. അത് ചിത്രത്തിലൂടെ ആയാലും ശരി, അല്ലാതെ നമ്മുടെ ഭൗതികമായിട്ടുള്ള നമ്മുടെ സാമീപ്യമായാലും ശരി, നോക്കി നിന്നു പോകുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് സാറ്. ഒരു കടലിന്റെ അഗാധതയും നീലാകാശത്തിന്റെ പരപ്പും അപാരതയും, ഒരു കാടിന്റെ ഗാംഭീര്യവും പ്രൗഢിയും, അല്ലെങ്കിൽ എന്തു പറയുന്നത്, നമ്മളൊരു ഗജവീരനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിന്നു പോകും. ആ ഒരു ഗരിമയും എല്ലാം കൂടെ ഒരു മനുഷ്യനിൽ ഒത്തുചേർന്നാൽ അതെങ്ങനെ ആയിരിക്കും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് എടുത്ത് കാണിക്കാവുന്നതാണ് ഈ സാറിന്റെ ഈ രൂപഭാവ സമീപനങ്ങൾ എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല സുരേഷ്. മധു സാറ് ഒരു കോളേജ് അധ്യാപകനായിട്ടാണ് ജീവിതം സ്റ്റാർട്ട് ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട്.
എന്നിട്ട് അദ്ദേഹം നാടകത്തിൽ കൂടെയാണ് സിനിമയിലേക്ക് എത്തിയതെന്നും കേട്ടിട്ടുണ്ട്. അതൊന്ന് വിശദീകരിക്കാമോ? മധുസാറ് എൻ്റെ വിഷയം ഹിന്ദിയായിരുന്നു. ഓക്കെ. മധുസാർ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഈ ഹിന്ദിയിൽ ബിരുദം എടുത്തതിന് ശേഷം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഹിന്ദിയിൽ തന്നെ ബിരുദാനന്തര ബിരുദവും വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കി. ഓക്കെ. പൂർത്തിയാക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ തന്നെ ഈ നാടകം ഉണ്ട്, ഉള്ളിലുണ്ട്. അമച്വർ നാടകങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ഒക്കെ സാർ സഹകരിക്കാറുണ്ടായിരുന്നു. സാറിന് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് അന്ന് അക്കാലത്ത് തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അമച്വർ നാടക കലാകാരന്മാരൊക്കെ തന്നെ സാറുമായിട്ട് വളരെയധികം സാർ അവരുമായിട്ടൊക്കെ വളരെയധികം സഹകരിക്കുകയും നിരന്തരമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ നടത്തുകയും ചെയ്യുകയുണ്ടായിരുന്നു. നമ്മുടെ ജി ശങ്കരപ്പിള്ള സാർ അക്കൂട്ടത്തിനകത്തുണ്ട്, പിന്നെ കൈനിക്കര കുമാരപിള്ള സാറുണ്ട്, പിന്നെ അങ്ങനെ പ്രഗത്ഭരായ നമ്മുടെ തിരുവനന്തപുരത്തെ അമച്വർ വേദികളിലെ ഒരു ഏറ്റവും കുലപതിയായ ഒരു നാടക നടൻ ടി.ആർ. സുകുമാരൻ നായർ സാറുണ്ട്. അങ്ങനെ പലരും പലരുമുണ്ട്. പ്രൊഫസർ കൃഷ്ണപിള്ള സാറുണ്ട്. അങ്ങനെ ഇവരുമൊക്കെ ആയിട്ടുള്ള സാറിന്റെ സഹവാസത്തിലൂടെ ഈ ക്യാമ്പസ് കാലത്ത് തന്നെ സാറിന്റെ അഭിനയ മോഹം അല്ലെങ്കിൽ അതിനെ മാറ്റുരയ്ക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവസരങ്ങൾ അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് PG കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് നാഗർകോവിൽ ഹിന്ദു കോളേജിലും പിന്നെ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലും അധ്യാപകനായിട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരവും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ പോലും ഉള്ളിലുള്ള അഭിനയ മോഹം ഇങ്ങനെ തികട്ടിക്കൊണ്ടിരുന്നു. ഒരു അധ്യാപകനായി മാത്രം കാലം കഴിച്ചാൽ പോരാ, കുട്ടികളുമായിട്ടൊക്കെ നല്ല ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഉള്ളിലുള്ള ഈ നാടക ബോധം അല്ലെങ്കിൽ അഭിനയബോധം, കൂടുതലായിട്ടും അഭിനയബോധമാണ്. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, അങ്ങനെ ഒരു പത്രപരസ്യം കണ്ടിട്ട് വീട്ടുകാരുടെ പോലും അനുവാദം ഒന്നും വാങ്ങാതെ തന്നെ ഡൽഹി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് ഒരു അപേക്ഷ കൊടുക്കുന്നു. അദ്ദേഹത്തിന് അവിടെ സെലക്ഷൻ കിട്ടുന്നു, അവിടെ പഠിക്കാനായിട്ട് പോകുന്നു. അത് ഏതാണ്ട് ഒരു 3 വർഷത്തുള്ള ഒരു വലിയൊരു കോഴ്സാണ് സംഗതി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോളേജ് അധ്യാപകനായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു വ്യക്തിക്ക് അത് ഉപേക്ഷിച്ചിട്ട് നാടക പഠനത്തിന് വേണ്ടിയിട്ട്, അതും ഒരു അഭിനയത്തിന് വേണ്ടി ഒരു പ്രൊഫഷനായിട്ട് എടുക്കാനല്ല, നാടക പഠനത്തിന് വേണ്ടിയിട്ട് ഈ സ്വന്തം നാട് വിട്ട് ദൂര സ്ഥലങ്ങളല്ല, അന്നൊക്കെ ഡൽഹിയിലൊക്കെ ചെന്നെത്തുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. പക്ഷെ അവിടെ പോയി അദ്ദേഹം അത് പഠിച്ചു, വിജയകരമായ കോഴ്സ് അവിടെ പൂർത്തിയാക്കി. അതിനിടയ്ക്ക് ധാരാളം നാടക പ്രൊഡക്ഷനുകൾ, അവരുടെ പഠനത്തിന്റെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് നിറയെ നാടകങ്ങൾ ഉണ്ടാക്കണമായിരുന്നു. ഏറ്റവും സാറിനൊരു വലിയ ഭാഗ്യമുണ്ടായത്, നമ്മുടെ മലയാളത്തിൽ അക്കാലത്തിൽ എഴുതപ്പെട്ട വലിയ നല്ല നാടകങ്ങൾ, നല്ല പ്രബലമായ നാടകങ്ങൾ പലതും കാലികമായ ചില മാറ്റങ്ങളോടുകൂടിയൊക്കെ തന്നെ അവിടെ ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവതരിപ്പിക്കേണ്ട രീതിയിലൊക്കെ അത് മാറ്റിയിട്ട് അവതരിപ്പിച്ച് അവരുടെയൊക്കെ മുക്തകണ്ഠമായ പ്രശംസ പിടിച്ചു പറ്റുവാൻ കഴിഞ്ഞു. ധാരാളമായിട്ടുള്ള കലാകാരന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെടുവാൻ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രാമു കാര്യാട്ട് അവിടെ ഒരു ഫാക്കൽറ്റി ഗസ്റ്റ് ലെക്ചറായിട്ട് വരികയും മധുവിന്റെ പ്രതിഭ തിരിച്ചറിയുകയും ഒക്കെ ചെയ്തിട്ട് അദ്ദേഹം ഏതാണ്ട് പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ സിനിമയിലേക്ക് അഭിനയിക്കാനുള്ള അവസരങ്ങൾ പാത തുറന്നു കൊടുത്തത് ശരിക്കും രാമു കാര്യാട്ടാണ്. രാമു കാര്യാട്ട് കൊണ്ടുവന്ന ആദ്യത്തെ പടം മൂടുപടം എന്ന് പറഞ്ഞൊരു ചിത്രത്തിലേക്കാണ്. 1963 63 മൂടുപടം എന്നുള്ള ചിത്രത്തിൽ അഭിനയിക്കുവാനായിട്ട് ചെന്നൈയിൽ വന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന് പറഞ്ഞ് മറ്റൊരു പി ഭാസ്കരൻ ചിത്രം ഉണ്ടായിരുന്നു. പി ഭാസ്കരൻ അന്നത്തെ ശോഭന പരമേശ്വരൻ നായരുടെ ഒരു പ്രൊഡക്ഷൻ ടീമൊക്കെ അന്നുണ്ടായിരുന്നു. ശോഭന പരമേശ്വരൻ, പി ഭാസ്കരന്റെ ഒക്കെ അന്നത്തെ നല്ല സമയം. അപ്പം അദ്ദേഹം ആണ് മധുവിനെ നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലേക്ക് ക്ഷണിക്കുന്നത്. ശരിക്കും അതൊക്കെയാണ് വിധി അല്ലെങ്കിൽ ഭാഗ്യം എന്നൊക്കെ പറയുന്നത്. നിണമണിഞ്ഞ കാൽപ്പാടുകൾ സത്യന് വേണ്ടി, അതിലെ വേഷം സത്യന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരുന്ന ഒരു വേഷമായിരുന്നു. സത്യനും നസീറും ഒക്കെ അന്ന് മഹാമേരുക്കളായിട്ട് മലയാള സിനിമ ഇങ്ങനെ കൊടികുത്തി വാഴുന്ന കാലഘട്ടത്തിൽ സമയക്കുറവ് കൊണ്ടോ മറ്റോ സത്യന് ആ ചിത്രത്തിൽ സഹകരിക്കുവാൻ അവസരമില്ല, സമയമില്ലായിരുന്നുകൊണ്ട് ആണ് മധുവിലേക്ക് ആ റോൾ വരുന്നത്. അതോ കിട്ടിയത് ഒന്നാം തരം ഒരു വേഷവും കൂടെ ആയിരുന്നു. ഒരു പട്ടാളക്കാരന്റെ വേഷം, സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തിന്റെ എല്ലാ ഭാവവും ഉൾക്കൊണ്ടുകൊണ്ട് അതിമനോഹരമായി വളരെ സാഹസികമായ രംഗങ്ങൾ അന്നത്തെ പരിമിതമായ സൗകര്യത്തിനിടയ്ക്ക് നിന്ന് മധു അത് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ നിണമണിഞ്ഞ കാൽപ്പാടുകളിലൂടെ മാധവൻ നായർ എന്നാണ് അന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പക്ഷേ അന്നാണ് ഈ പി ഭാസ്കരൻ ഈ മധു എന്നുള്ള പേരിടുന്നത്.
ഈ മധുവിന് ആദ്യ കാലഘട്ടത്തിലൊക്കെ അതിനകത്ത് കുറച്ച് എതിർപ്പുണ്ടായിരുന്നു എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. കാരണം വലിയ കാര്യത്തിൽ സിനിമ കാണാൻ പോയിരിക്കുമ്പോൾ, ആദ്യത്തെ സിനിമ കാണുവാൻ പോയിരിക്കുമ്പോൾ നിണമണിഞ്ഞ കാൽപ്പാടുകളുടെ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ മാധവൻ നായർ എന്നുള്ള പേര് കാണാഞ്ഞിട്ട് വിഷമത്തോടെ അദ്ദേഹം അതിന്റെ വിഷമത്തോടും പരിഭവത്തോടും ഒക്കെ ഈ ശോഭന പരമേശ്വരൻ എന്നുള്ള പ്രൊഡ്യൂസറെ വിളിക്കുമ്പം അവരാണ് പറഞ്ഞത് അതിന്റെ തൊട്ട് താഴെ പ്രേം നസീർ എന്നുള്ള പേരിന് ശേഷം തൊട്ട് താഴെ വരുന്ന പേര് താങ്കളുടെ പേരാണ്, അത് മധു എന്നാണ്. ഞങ്ങൾ അങ്ങനെ മധു എന്നാക്കി പേര് എന്ന് പറഞ്ഞു. അത് പി ഭാസ്കരനും ആണതിന്റെ സൃഷ്ടാവ്, ഞങ്ങൾ ഇട്ടതാണ് ആ പേര്. പക്ഷേ ആ പേര് പോലെ തന്നെ മധു, മധുരം അല്ലേ, തേന്, ഇതൊക്കെ വരുന്ന ആ ഒരു ലഹരി, ആ ഒരു മധു എന്നുള്ള പേര് പിന്നെ ഈ നമ്മുടെ രാജ്യത്തെ എല്ലാ മലയാളികളുടെയും പഴയ തലമുറയിലെയും ഈ തലമുറയിലെയും ആളുകളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരു പേരായിട്ടാണ് അത് മാറുന്നത്. നമ്മളെ ഈ നാടകം, തീർച്ചയായിട്ടും നാടകത്തിന്റെ ആ ഒരു പേര് തന്നെയാണ് മധുവിനെ ഈ ഒരു സിനിമയുടെ പാതയിലേക്ക് എത്തിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാമു കാര്യാട്ടന്റെ ചെമ്മീൻ വന്നു കഴിഞ്ഞു. ചെമ്മീൻ നമുക്കെല്ലാം അറിയാം, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പോസ്റ്റർ ചെമ്മീന്റെ പോസ്റ്റർ അല്ലേ, സുരേഷ് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. അതിൽ മധു അഭിനയിച്ച പരീക്കുട്ടി എന്ന് പറഞ്ഞ കഥാപാത്രവും നായികയായ ഷീലയുടെയും ദാരുണമായ കറുത്തമ്മയുടെയും ദാരുണമായ അന്ത്യം കാണിച്ചിട്ട് കടപ്പുറത്ത് അവർ ആലിംഗനബദ്ധരായി കിടക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് അക്കാലങ്ങളിലൊക്കെ അതൊരു നമ്മുടെ മനസ്സിലിങ്ങനെ പതിച്ചു വെച്ചിരിക്കുന്ന ചിത്രം പോലെ നമുക്കത് മനസ്സിലിങ്ങനെ അതുണ്ട്. പിൽക്കാലത്ത് എന്തിന് ആ ഒരു ചിത്രം കടലിന്റെ പശ്ചാത്തലത്തിൽ ഇവരിങ്ങനെ ആലിംഗനബദ്ധരായി മരണപ്പെട്ട് ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു രംഗം ആയിരുന്നു അതിന്റെ പരസ്യത്തിൽ അവർ കാണിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മുടെ ഒക്കെ മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ചത് പതിഞ്ഞു. കൂടാതെ അടുത്ത കാലങ്ങളിൽ പോലും സ്കൂൾ യുവജനോത്സവങ്ങളിൽ ഈ ടാബ്ലോ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. ടാബ്ലോ, ആ ടാബ്ലോ ഒരു നിശ്ചല ദൃശ്യം പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ ഇത് അവതരിപ്പിക്കുന്നത് ഞാനത് കണ്ടിട്ടുള്ളത് ഒരു സ്കൂൾ യുവജനോത്സവത്തിൽ. ടാബ്ലോ കണ്ടു കഴിഞ്ഞാൽ ചെമ്മീനിന്റെ ഒരു പരസ്യചിത്രം കാണിച്ചതുപോലെ ആ കടലിന്റെ പശ്ചാത്തലവും സംഗീതവും സഹോദരി കർത്തമ്മയുടെ സഹോദരി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് വരുന്ന ആ ഒരു രംഗവും കാണിക്കത്തക്ക രീതിയിലുള്ള ഒരു ടാബ്ലോ അവതരിപ്പിച്ചു. മുക്തകണ്ഠമായിട്ട് പ്രശംസ നേടിയെടുത്തു. കാണികൾ ശ്വാസമടക്കി 1 മിനിറ്റോ മറ്റോ അത് പ്രദർശിപ്പിക്കാനുള്ള സമയം കിട്ടുകയുള്ളൂ. അത് കാണിച്ച് അതൊക്കെ തന്നെ ഈ ചെമ്മീൻ എന്നുള്ള ചിത്രം എല്ലാവരുടെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞതിന്റെ തെളിവുകളാണ്. പിന്നെ അവിടം തൊട്ട് തുടങ്ങിയ ആ ഒരു ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഒരു പക്ഷേ ഈ ചെമ്മീനില് ഈ സത്യനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് മധുവിന്റെ കഥാപാത്രമായിരുന്നില്ലേ? അത് സുരേഷിന്റെ നിരീക്ഷണം വളരെ സത്യമാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പളനി എന്ന് പറഞ്ഞ് സത്യൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഏതാണ്ട് ഒരു സിനിമയുടെ ഒരു പകുതി ഭാഗമാകുമ്പോഴത്തേക്കുമാണ് ചിത്രത്തിലേക്ക് വരുന്നത്. കഥയിൽ അങ്ങനെയാണ് പളനി വരുന്നത് പകുതിയാണ്. പക്ഷെ തുടക്കം മുതൽ മനസ്സിൽ അവസാനം വരെ പതിയുന്നത് ഈ പരീക്കുട്ടിയും കറുത്തമ്മയുമാണ്. അതിൽ ഈ പരീക്കുട്ടി എന്നുള്ള ആ കഥാപാത്രത്തിന്റെ ഒരു നിഷ്കളങ്കതയുണ്ട്. അല്ലെങ്കിൽ കൊട്ടാരക്കര ഈ കറുത്തമ്മയുടെ അച്ഛൻ സ്വാർത്ഥനായ ചെമ്പൻ കുഞ്ഞായി അഭിനയിച്ച കൊട്ടാരക്കര ഉജ്ജ്വലമായ അഭിനയമല്ലേ? ആ അഭിനയം കാഴ്ചവെച്ച ചെമ്പൻ കുഞ്ഞിന്റെ മുമ്പിൽ നിസ്സഹായനായി നിൽക്കുന്ന ഒരു 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 കാമുകന്റെ അല്ലെങ്കിൽ ഒരു വളരെ ചെറുപ്പത്തിലുള്ള ഒരു കഥാപാത്രത്തിന്റെ ആ രൂപവും ഭാവവും നിസ്സഹായതയും നിഷ്കളങ്കതയും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ മധുവിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ എനിക്ക് പ്രത്യേകിച്ചെടുത്ത് ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുള്ളത് മന്നാടയുടെ ആ ഒരു ഗാനമുണ്ടല്ലോ, മാനസമൈനേ വരൂ. അന്ന് ആ ചിത്രീകരണ വേളയിൽ പോലും പലർക്കും സംശയമുണ്ടായിരുന്നു ഈ അതിന്റെ ഉച്ചാരണം. മന്നാടെ കൊണ്ടുവന്ന് മലയാളം പഠിപ്പിക്കുകയല്ലേ, അപ്പോൾ അതിനകത്ത് അന്നൊക്കെ ഉച്ചാരണത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഈ വരൂ എന്നുള്ളത് വറു എന്നുള്ളതാണ്. അങ്ങനെ റൂ ആകുകയും മധുരം നുള്ളി തറു ഇങ്ങനെയൊക്കെ ഉള്ളത് വെച്ചിട്ട് സംശയം ഉണ്ടായിരുന്നു. ഇത്രയും നല്ലൊരു ചിത്രത്തിൽ വികാര തീവ്രമായ രംഗത്തിൽ ഈ ഒരു അപാകത അതിനെ ബാധിക്കുമോ എന്നൊക്കെ സംശയം. മധു ഉൾപ്പെടെ മധു പറയുകയും ചെയ്തിട്ടുണ്ട്, കഷ്ടകാലത്തിന് ഞാനാണ് അത് പാടി അഭിനയിക്കേണ്ടത്, ഞാൻ എന്തൊക്കെ ചെയ്താലും ഈ ഒരു പ്രശ്നം ആളുകൾ ചിരിക്കുകയോ ഒറ്റ ചെയ്ത് കളയുമോ അങ്ങനെയാണ് അതിന് പോകുമല്ലോ എന്നുള്ളത്. പക്ഷേ ആ ചിത്രീകരണം വന്നു, ആ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ആ ഉച്ചാരണത്തിലുള്ള വൈകല്യമൊന്നും ആളുകളുടെ മനസ്സിലേ പോയില്ല. കാരണം അത്രത്തോളം തീവ്രമായിരുന്നു അതിന്റെ ഭാവം. മധു തന്നെ അത് പിന്നെ അത് പറയുന്നു, രാമു കാര്യാട്ട് എന്നുള്ള പ്രതിഭയ്ക്ക് അത്രയും ഉറപ്പുണ്ടായിരുന്നു.
അതായത് നമ്മളൊരു ചിത്രത്തിൽ ഗാനവും ആ രംഗവുമായിട്ട് അങ്ങ് ലയിച്ചു ചേരുമ്പോൾ അതിലെ വരികൾ ആരും ശ്രദ്ധിക്കില്ല. അത് കൂടാതെ ഈ മധുവിന്റെ കൂട്ടുള്ള പ്രതിഭയുടെ ഉള്ളൊരു അഭിനയം കൂടെ കഴിഞ്ഞപ്പോൾ കറുത്തമ്മ ഷീല ഉജ്ജ്വലമായ അഭിനയം, സമാനതകളില്ലാത്ത പ്രകടനം. കറുത്തമ്മയും പരീക്കുട്ടിയും ഒരുപക്ഷെ തകഴി ആ നോവലിൽ എഴുതി വെച്ചതിലും എത്രയോ മാനങ്ങൾ അപ്പുറമായിരുന്നു അവർ പ്രകടനം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെ ഒരു സ്വല്പം നെഗറ്റീവ് ഷെയ്ഡുള്ള അഭിനയ സാധ്യതകൾ ധാരാളമുണ്ട്. സത്യൻ എന്നുള്ള പ്രതിഭയ്ക്ക് അഭിനയിക്കാനുള്ള ധാരാളം രംഗങ്ങളുള്ള ആണ് ഈ പളനി എന്ന് പറഞ്ഞ കഥാപാത്രം. പക്ഷെ അതിന് സ്വല്പം നെഗറ്റീവ് ഷെയ്ഡിലൂടെ പോകുന്നതായതുകൊണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടും കൂടെ കാണികൾക്ക് ഒരു ചെറിയ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടാകാം. ഇക്കാരണങ്ങളാലൊക്കെ തന്നെ പരീക്കുട്ടി മധു അവതരിപ്പിച്ച പരീക്കുട്ടി ശ്രദ്ധിക്കപ്പെട്ടു, മധു അതിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ മധുവിനൊരു തിരിച്ചു നോട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതെ, 65 ഷൂട്ടിംഗ് ആരംഭിച്ച് 66 നമുക്കൊക്കെ കൊച്ചു പ്രായമാണ്. ആ പ്രായത്തിൽ നമ്മൾ ആ കണ്ട ചിത്രത്തിന്റെ ഓർമ്മകൾ ഈ ഒരു പ്രായത്തിൽ നമുക്കിരുന്ന് അയവറക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളമായിരുന്നു ആ ചിത്രത്തിന്റെ സ്വാധീനം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാക്കിയെന്നുള്ളതിന്റെ ദൃഷ്ടാന്തമല്ലേ സുരേഷ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത്. അങ്ങനെ അതൊരു വലിയ ഒരു വിജയമായി മാറി. ഇന്നും നമുക്ക് ഉറപ്പിച്ചു പറയാം, കടലും കടലിന്റെ പശ്ചാത്തലവുമായി പറഞ്ഞുകൊണ്ട് ഒരു നിരവധി കഥകളും ചിത്രങ്ങളും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ ചെമ്മീൻ പകർന്നു തന്ന ആ ഒരു ഭാവ തീവ്രത അല്ലെങ്കിൽ അത് ഇന്നും നമ്മുടെ മനസ്സിൽ അത്രത്തോളം മറ്റൊരു ചിത്രവും വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് അടിവരയിട്ട് പറയാവുന്നൊരു സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മധു ഏതാണ്ട് 420ഓളം ചിത്രങ്ങൾ അഭിനയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ ശ്യാം? അതെ. ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല, ഒരു 5 ചിത്രങ്ങൾ, ശ്യാമിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു 5 ചിത്രങ്ങളുടെ പേരൊന്ന് പറയാമോ? സുരേഷ് ഒരു വല്ലാത്തൊരു കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം മധു എന്നുള്ള ആ ഒരു നടൻ അനശ്വരമാക്കിയ അനവധി ചിത്രങ്ങളുണ്ട്. അതിൽ 5 തിരഞ്ഞെടുത്ത് പറയുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയുവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും എൻ്റെ മനസ്സിൽ പതിഞ്ഞ ചില ചിത്രങ്ങളുണ്ട്, അത് ഞാൻ തീർച്ചയായിട്ടും പറയാം. ചെമ്മീൻ ആ കാണുന്ന കാലഘട്ടത്തിൽ നമുക്ക് അത്രയും പ്രായമായിട്ടില്ല എങ്കിൽ പോലും പിൽക്കാലത്ത് കണ്ടപ്പോൾ അത് ഒരു ഗംഭീരമായൊരു സിനിമയാണെന്ന് നമുക്കത് ബോധ്യപ്പെട്ടു. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് സംസാരിക്കുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിലൊക്കെ കുറച്ച് അഭിനയ വാസനകൾ വരികയും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ച് അറിവുകൾ എല്ലാം സിനിമാ ബോധമൊക്കെ ചെറുതായിട്ട് ഓർമ്മകളിൽ വന്നു തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ കണ്ടതാണ്. പിന്നെ കോളേജിലൊന്നും ആയിട്ടില്ല, ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയൊക്കെ ആയിരിക്കുമ്പോഴാണ് സ്വയംവരം എന്നുള്ള സിനിമ കാണുന്നത്. സ്വയംവരം, അടൂർ ഗോപാലകൃഷ്ണന്റെ. അത് നിരവധിയായ ദേശീയ അവാർഡുകൾ ചിത്രത്തിന് കിട്ടി. ശാരദയ്ക്ക് ഉർവശി അവാർഡൊക്കെ കിട്ടി. ആ സ്വയംവരം എന്നുള്ള ചിത്രം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ്. അത് അന്നത്തെ കാലത്ത് ഒരു അവാർഡ് ചിത്രം എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയെങ്കിൽ പോലും അത് പകർന്നു തരുന്ന ഒരു ഭാവ തീവ്രത, അല്ലെങ്കിൽ അതിനകത്ത് ശാരദയും മധുവും അഭിനയിച്ച ആ കഥാപാത്രങ്ങളുടെ നിസ്സഹായ അവസ്ഥ, അവർ തിരഞ്ഞെടുത്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുന്ന നമ്മുടെ ഈ ദാരിദ്ര്യത്തിന്റെ ഒരു തീവ്രത, ഇതൊക്കെ പകർന്നു തന്ന അതിൽ ഇവരുടെ രണ്ടുപേരുടെ അഭിനയം അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ചിത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും നിരവധി ചിത്രങ്ങൾ ഉണ്ട്. വർഷങ്ങൾ കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പോലും പിന്നെ നമ്മൾ കോളേജിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും കണ്ടു മനസ്സിലാക്കി തുടങ്ങിയ ഒരു ഗംഭീര ചിത്രമുണ്ട്. തീക്കനൽ എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട്. തീക്കനൽ ഒരു അനുഭവമായിരുന്നു. അന്ന് ക്യാമ്പസുകളിലൊക്കെ നമ്മളത് പറഞ്ഞുകൊണ്ട് നടന്നതാണ് ഈ തീക്കലിനെ കുറിച്ചൊക്കെ. അക്കാലത്ത് ഇറങ്ങിയ ഒരു ഗംഭീരമായൊരു ചിത്രം, ഇത്ര വളരെ നിറപ്പകിട്ടായിരുന്ന ഒരു ചിത്രം, അല്ലെങ്കിൽ അത് മധു സംവിധാനം ചെയ്ത ചിത്രം കൂടെയാണ്. മധു അഭിനയിച്ചു, മധു സംവിധാനം ചെയ്തു. പിന്നെ ആ തീക്കനലിന് വേറൊരു പ്രത്യേകതയും കൊണ്ടുണ്ട്, മനോഹരമായ ഗാനങ്ങൾ അതിനകത്തുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വയലാർ അവസാനമായിട്ട് സിനിമാ ഗാനം എഴുതിയത് ഈ ചിത്രത്തിന് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ നമ്മുടെ യേശുദാസ് ആയിരുന്നു ആ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. അതെ. യേശുദാസ് അതിനു മുമ്പ് ഒരു ചിത്രത്തിലോ മറ്റോ ചെയ്തിട്ടുള്ളൂ. യേശുദാസ് തന്നെ സംഗീത സംവിധാനം നിർവഹിച്ചു എന്നുള്ള പല പ്രത്യേകതകളും ഉണ്ടായിരുന്നു. ആ തീക്കനൽ എന്ന് പറഞ്ഞ ആ ചിത്രത്തിന് അക്കാലത്ത് ക്യാമ്പസുകളിൽ നമ്മുടെ സർവകലാശാല യൂണിയൻ ഒരു അവാർഡ് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അന്ന്. ഇപ്പോൾ അതില്ല. അന്നുണ്ടായിരുന്നപ്പോൾ എല്ലാ അവാർഡുകളും നേടിയ ചിത്രമായിരുന്നു ഈ തീക്കനൽ. ഏറ്റവും നല്ല ചിത്രം, മികച്ച സംഗീതം, മികച്ച നടൻ, മികച്ച സംവിധായകൻ, അങ്ങനെ എല്ലാ തരത്തിലും, മികച്ച നടി, അങ്ങനെ എല്ലാ തരത്തിലും നിരവധി ഗായകൻ എല്ലാം കിട്ടിയൊരു തീക്കനൽ അന്ന് ക്യാമ്പസുകളിലൊക്കെ സജീവമായ ചർച്ചയായിരുന്നുകൊണ്ട് അതെന്റെ മനസ്സിൽ അത് തീർച്ചയായിട്ടും ഉണ്ട്.
പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മധുവിന്റെ വേനലിൽ ഒരു മഴ എന്ന് പറഞ്ഞ് ശ്രീവിദ്യയുമായിട്ടൊക്കെ അഭിനയിച്ച ഒരു ചിത്രമുണ്ട്. വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിനുള്ള മധുവിന്റെ ആ ഒരു സിദ്ധി അപാരമായിരുന്നു. വേനലിൽ ഒരു മഴ, അതിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കഥാപാത്രം, ഒരു നാടൻ കഥാപാത്രം. എനിക്ക് തോന്നുന്നു ഒരു വിഞ്ച് ഓപ്പറേറ്റർ, ഈ ട്രോളി ഓപ്പറേറ്റർ മലകളിലൊക്കെ കൊണ്ടുപോകുന്ന ഇതുണ്ടല്ലോ, അതിന്റെ ഒരു ഓപ്പറേറ്ററായിട്ടും അതിന്റെ ചില ദുരന്തങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്ന ചില സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രമായിട്ട് എൻ്റെ മനസ്സിൽ ഇന്നും അത് ഓർമ്മയുണ്ട്, ശ്രീവിദ്യമൊക്കെ ആയിട്ട്. പിന്നെ ഒരു നല്ലൊരു ചിത്രമായിട്ട് എൻ്റെ മനസ്സിൽ ഇന്നും പച്ച പിടിച്ച് നിൽക്കുന്നതാണ് മധു സാർ അഭിനയിച്ച യുദ്ധകാന്ഡം എന്ന് പറഞ്ഞൊരു സിനിമ. യുദ്ധകാന്ഡം മനോഹരമായ ഗാനങ്ങളാൽ സമ്പന്നമായ ചിത്രവും നമ്മുടെ കാമ്പസ് കാലഘട്ടത്തിൽ 70കളിലും 80ന്റെ ആരംഭത്തിലും ഒക്കെ നമ്മൾ സംസാരിക്കുമായിരുന്നൊരു ചിത്രമാണ്. അതിലാണ് ഈ ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ, ധ്യാനലീമനിരിപ്പു ഞാൻ ധ്യാനലീനമീരിപ്പു. അങ്ങനെ ഇപ്പൊ ഈ പ്രായത്തിൽ നമുക്ക് അങ്ങനെ പാടാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ അതിങ്ങനെ തകട്ടി വരുന്ന ചിത്രങ്ങളാണ്. പിന്നെ പുതിയ പുതിയ തലമുറകൾ വന്നു. പുതിയ മമ്മൂട്ടിയുമായിട്ട് ഉള്ള ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മമ്മൂട്ടിയുമായിട്ട് എനിക്ക് ഉണ്ട് ചിത്രം. പിന്നെ ഇത്തിരി പൂവേ ചുവന്നു പൂവേ എന്നും പറഞ്ഞിട്ടൊരു നക്സൽ വിപ്ലവകാരികളുടെ കഥ പറഞ്ഞ ഒരു ചിത്രമുണ്ട്. അതിൽ നല്ല ഒരു വേഷമായിരുന്നു. പിന്നെ മോഹൻലാലുമായിട്ട് ചേർന്ന് അഭിനയിച്ചിട്ടുള്ള നരൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഗംഭീരമായ കഥാപാത്രമായിരുന്നു. മോഹൻലാലിന്റെ അച്ഛനായിട്ടാണ്, അച്ഛനല്ല ഒരു കാരണവരായിട്ട്, അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മോഹൻലാൽ അനാഥനായിട്ടുള്ള ഒരു ഏതോ മലയിൽ നിന്നും ഒലിച്ചു വന്ന, മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു വന്ന കരുത്തനായ പ്രകൃതിയുടെ ഒരു പുത്രനായ നല്ലത് മാത്രം ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ട് മോഹൻലാൽ നിറഞ്ഞാടി അഭിനയിച്ച ഇങ്ങനെ മികച്ച നടനുള്ള അവാർഡുകളൊക്കെ കിട്ടിയ ചിത്രമാണെന്ന്. പിന്നെ നരൻ, അതിൽ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കാരണവ സ്ഥാനത്ത് നിന്നുകൊണ്ട് മധു അഭിനയിച്ച ആ ഒരു പ്രകടനവും മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. അങ്ങനെ ഇനിയും പറഞ്ഞു വന്നാൽ നിരവധിയുണ്ട്. എങ്കിലും സമയപരിമിതി കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് ചിത്രങ്ങൾ മാത്രം എൻ്റെ മനസ്സിൽ പറയുവാൻ ഈ സൗരത്തിൽ അത് കഴിയുന്നുള്ളൂ സുരേഷ്. പക്ഷേ അദ്ദേഹത്തിന്റെ അഭിനയത്തിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള അവാർഡുകളായ ഭരത് അവാർഡോ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡോ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അത് അദ്ദേഹത്തിന് കിട്ടാൻ അദ്ദേഹം യോഗ്യനല്ലേ? എന്താണ് ശ്യാമിന്റെ അഭിപ്രായം? അത് ശരിയാണ്, സുരേഷ് പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം ഇത്രയും മികച്ച സംഭാവനകൾ നടത്തിയ ഒരു വ്യക്തിക്ക് അത്തരത്തിലുള്ള ദേശീയ അവാർഡുകളൊന്നും കിട്ടിയില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ ഒരു വസ്തുതയാണ്. തീർച്ചയായിട്ടും ഭരത് അവാർഡ് അദ്ദേഹത്തിന് കിട്ടേണ്ടത് തന്നെയാണ്. നിരവധിയായ ചിത്രങ്ങൾ, ഞാൻ മുമ്പേ സൂചിപ്പിച്ച സ്വയംവരം എന്ന് പറഞ്ഞ ചിത്രത്തിൽ ശാരദയ്ക്ക് ഉർവശി അവാർഡ് കിട്ടി. തീർച്ചയായിട്ടും ശാരദയ്ക്ക് ഉർവശി അവാർഡ് കിട്ടിയാൽ നമുക്കെല്ലാം സന്തോഷമേ ഉള്ളൂ. ശാരദയ്ക്ക് അത് രണ്ടാമത്തെ, തുലാഭാരത്തിന് ശേഷമുള്ള ഒരു ഉർവശി അവാർഡ് കിട്ടുന്ന രണ്ടാമത്തെ ആണ് ഈ സ്വയംവരത്തിലെ മികച്ച അഭിനയം തന്നെയാണ്. അതോടൊപ്പം തന്നെ മികച്ചു നിന്ന അഭിനയമായിരുന്നു മധുവും അതിൽ കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും നിർഭാഗ്യവശാൽ അതിൽ മധു പരിഗണിക്കപ്പെട്ടില്ല. ദേശീയ അവാർഡുകൾ അറിയാമല്ലോ, അതിനകത്ത് പല മാനദണ്ഡങ്ങൾ വരുമ്പോൾ സംസ്ഥാനങ്ങളിൽ മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്നും ഏതാണ്ടോ അടുത്തടുത്ത് തുല്യ പ്രാധാന്യത്തിൽ മാർക്കുകളൊക്കെ വരുന്ന സമയത്തൊക്കെ ചില വിവേചനാധികാരങ്ങൾ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അന്ന് അത് സ്വയംവരത്തിന് ബാക്കി എല്ലാ നിരവധി അവാർഡുകൾ കിട്ടിയിട്ടും അതിനകത്ത് പരിഗണിക്കപ്പെടാതെ പോയത്. അത് കഴിഞ്ഞ് പിൽക്കാലത്ത് വന്നിട്ടുള്ള കൊമേഴ്സ്യലായിട്ട് വിജയിച്ച നിരവധി ചിത്രങ്ങളുണ്ടല്ലോ, അതിലൊക്കെ തന്നെ ഗംഭീരങ്ങളായ അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ദേശീയ അവാർഡിന് പരിഗണിക്കപ്പെടാവുന്ന നിരവധി ചിത്രങ്ങൾ പിൽക്കാലത്തുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അതിലുണ്ടായില്ല. ആശ്വാസം, കുറെ സംസ്ഥാന അവാർഡുകളൊക്കെ അത് കിട്ടിയിട്ടുണ്ട്. അതൊരു ആശ്വാസം തന്നെയാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിനെ കുറിച്ച് ചോദിച്ചാൽ തീർച്ചയായിട്ടും ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് മലയാളത്തിൽ നിന്നും പരിഗണിക്കാവുന്ന ഒരു പ്രതിഭ തന്നെയാണ് മധു സാർ. ഇനിയും അതിന് സമയമുണ്ട് അല്ലേ? ഇനി സമയം വൈകിയ നമുക്ക് പറയാൻ കഴിയില്ല. വൈകിയായെങ്കിലും അംഗീകാരങ്ങൾക്ക് വരാമല്ലോ. വന്നുകൂടായികയൊന്നുമില്ല, തീർച്ചയായിട്ടും വന്നുകൂടായികയൊന്നുമില്ല, വരാം. ഒരുപാട് സാധ്യതകളുണ്ട്. അമിതാഭ് ബച്ചൻ ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇവർ അഭിനയത്തിന്റെ തുടക്കകാലങ്ങളിൽ അമിതാഭ് ബച്ചനും മധുവൊക്കെ ഒരുമിച്ച് സാത്ത് ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞൊരു ചിത്രം, ഒരു ഹിന്ദി ചിത്രത്തിലൊക്കെ സാർ അഭിനയിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ പോലും അഭിനയിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ സ്വയം സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു ചിത്രമുണ്ട്. US ഷൂട്ട് ചെയ്തിട്ട് ഒരു ഇതാണ്. അപ്പം ഇങ്ങനെ
ഇന്റർനാഷണൽ ലെവലിലും ദേശീയ തലത്തിലും നിരവധിയായ സംഭാവനകൾ നടത്തിയിട്ടുണ്ട്. അമിതാഭ് ബച്ചന് അത് കിട്ടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നമുക്ക് രജനീകാന്തിന് കിട്ടി, കേരളത്തിൽ നമുക്ക് മോഹൻലാലിന് കിട്ടി. അതൊക്കെ തന്നെ നമുക്ക് അഭിമാനം ഉണർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. മലയാളി എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ ഒരു നടന് ഒരു പ്രതിഭയ്ക്ക് സിനിമാ വ്യവസായത്തിന്റെ സമസ്ത മേഖലകളിലുള്ള സംഭാവനകൾ പരിഗണിച്ച് കൊടുത്ത അവാർഡ് 100% അർഹമാണ്. അതുപോലെ തന്നെയാണ് ഒരുപക്ഷെ നമ്മുടെ മധുസാറിനും അത് തീർച്ചയായിട്ടും അത് അർഹമായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. പക്ഷെ അതൊക്കെ മധുസാറിന്റെ പല ഇന്റർവ്യൂകളിലും കേട്ടിട്ടുള്ളത്, മധുസാർ പറയുന്ന അത്തരം കാര്യങ്ങളിലൊന്നും ഈ ഫാൽക്കെ അവാർഡിനെ കുറിച്ചല്ല, പൊതുവെ അംഗീകാരങ്ങളെ കുറിച്ചൊന്നും എനിക്ക് അങ്ങനെ വലിയ ഒരു വിഷയമൊന്നുമല്ല. ഇതൊക്കെ എൻ്റെ ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ ഒരു സ്റ്റാർഡം ഒന്നും അങ്ങനെ നോക്കി ജീവിച്ച ആളുമല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ വ്യത്യസ്തമായ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രത്തിൽ പോലും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹം പ്രിയ എന്ന് പറഞ്ഞ ചിത്രത്തിൽ അത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും അഭിനയം മാത്രമേ ഉള്ളൂ. കൂടാതെ ജീവിതത്തിൽ എനിക്ക് തിരിഞ്ഞു നോക്കാൻ ഞാൻ അങ്ങനെ നോക്കാറില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ദുഃഖം കൂടുതലുണ്ട്. അത് ഇത്തരത്തിലുള്ളതല്ല. എന്നോട് അഭിനയിച്ചിട്ടുള്ള പലരും ഇന്നില്ല. സിനിമ കാണുമ്പോൾ എന്നോട് സഹകരിച്ചിട്ടുള്ള ഭൂരിപക്ഷം ആൾക്കാർ ഇന്ന് കൂടെ ഇല്ല എന്നുള്ള ദുഃഖമാണ് കൂടുതൽ അലട്ടുന്നതെന്നും മുമ്പോട്ട് തന്നെ നോക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉള്ളപ്പോൾ എന്തിനാണ് വെറുതെ ഇത് തിരിച്ചു നോക്കുന്ന ഒരു വലിയൊരു മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ഈ നമുക്കൊക്കെ തരുന്നത്. അതുകൊണ്ട് ആ പ്രതിഭയെക്കുറിച്ച് നമുക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, ജഗദീശൻ ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും ഓർമ്മകളും അതൊക്കെ പങ്കിടാനുള്ള അവസരങ്ങളും ഒക്കെ ധാരാളമായിട്ട് ആ പ്രതിഭയ്ക്ക് നൽകട്ടെ എന്നാണ് സുരേഷ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. നന്ദി, നമസ്കാരം. നന്ദി.